നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തിരഞ്ഞെടുപ്പ് കാലമാണ്. ഗോധയിൽ പല നേതാക്കളും ഇപ്പോഴേ കളം നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പല PR സ്റ്റണ്ടുകളും ഇറക്കുന്നുണ്ട്. എല്ലാ മുന്നണികളും PR വർക്കും വലിയ രീതിയിൽ തന്നെ മുന്നണികൾ നടത്തുന്ന സമയമാണ്. ഇപ്പോൾ മോഹൻലാൽ മുഖ്യമന്ത്രി അഭിമുഖത്തെ ചൊല്ലി സൈബറിടത്തിൽ ചില പോര് കനക്കുകയാണ്. PR അഭിമുഖമെന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആരോപിക്കുമ്പോൾ ഇരുവരും സുഹൃത്തുക്കളാണെന്നും പ്രചാരണമല്ല ലക്ഷ്യമെന്നും CPM വാദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുവർ എന്ന അഭിമുഖത്തിന്റെ ടീസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം. ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന അഭിമുഖത്തിന്റെ 1 മിനിറ്റ് 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നിരവധി ആളുകളാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടും മിണ്ടിയും ഇരുവർ ജനങ്ങളെ നെഞ്ചിലേറ്റിയ 2 പേർ എന്ന ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു അഭിമുഖം പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ എപ്പോഴും വളരെ ഗൗരവം നിറഞ്ഞ ഒരു മുഖഭാവത്തിൽ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ഒരു 1 മിനിറ്റിൽ ദൈർഘ്യമുള്ള ഈ ഒരു ടീസറിൽ വളരെ ചിരിച്ച് മോഹൻലാലുമൊത്ത് വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി തന്നെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR പ്രവർത്തനമാണ് ഈ അഭിമുഖത്തിലൂടെ CPM ലക്ഷ്യമിട്ടത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖ ടീസർ ഇടത് സോഷ്യൽ മീഡിയ കാര്യമായി തന്നെ പൊക്കിയടിക്കുന്നുണ്ട്. ഈ അഭിമുഖം വലിയ കാര്യമാണെന്നാണ് സഖാക്കളുടെ പക്ഷം. അഭിമുഖം നാളെ ചാനലുകളിലെത്തും. 2011 ഉമ്മൻചാണ്ടിയുമായി ഇരുവർ എന്ന പേരിൽ തന്നെ മോഹൻലാൽ നടത്തിയ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാഹചര്യത്തിൽ വൈറലാവുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ അഭിമുഖം നടത്തിയത്. വികസനം, വിവാദങ്ങൾ, കുടുംബജീവിതം എന്നിവയെല്ലാം തന്നെ ആ അഭിമുഖത്തിലും ചർച്ചയായിരുന്നു. ഇരുവർ എന്ന് തന്നെയായിരുന്നു ആ അഭിമുഖത്തിന്റെയും തലക്കെട്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 2019 ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു അഭിമുഖം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചിത്രീകരിച്ച ഈ അഭിമുഖത്തെ അന്ന് BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. രാഷ്ട്രീയ ചോദ്യങ്ങൾ ഇല്ലാതിരുന്ന ആ അഭിമുഖം മോദിയുടെ വ്യക്തിജീവിതം, ശീലങ്ങൾ എന്നിവയ്ക്കായിരുന്നു ഊന്നൽ നൽകിയത്. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ആസൂത്രണം ചെയ്ത PR സ്റ്റണ്ട് ആണിതെന്ന് അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. മോദിജി മാമ്പഴം ചെത്തിയാണോ കടിച്ചാണോ കഴിക്കുന്നതെന്നും മറ്റും ചോദിച്ചതും സൈബറിടങ്ങളിൽ ട്രോളായി മാറിയിരുന്നു. താൻ ഒരു സാധാരണക്കാരന്റെ ജിജ്ഞാസയോടെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കുന്നത് തന്റെ ജോലിയല്ലെന്നും പിന്നീട് അക്ഷയ് കുമാർ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ചിത്രീകരിച്ച അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം എപ്പോൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വളരെ അടുത്ത ദിവസം തന്നെ അത് എത്തുമെന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മോഹൻലാൽ ക്ലിഫ് ഹൗസിൽ വന്നിറങ്ങുന്ന ദൃശ്യത്തോടെയാണ് ടീസർ ആരംഭിക്കുന്നത്. ക്ലിഫ് ഹൗസ് അങ്കണത്തിൽ ഇരുവരും ഒന്നിച്ച് നടക്കുന്നതും നായയെ പരിപാലിക്കുന്നതും ടീസറിലുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ രജനീകാന്തിന്റേതാണെന്ന് ഒരാൾ തന്നോട് പറഞ്ഞുവെന്ന് മോഹൻലാൽ പറയുമ്പോൾ പൊതുവിൽ ആക്ഷൻ പടങ്ങൾ ഇഷ്ടമുള്ള ആളാണ് താനെന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അഭിമുഖത്തിന്റെ ടീസർ സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി P രാജീവ്. മനോഹരമായ ടീസറാണ് കണ്ടത്. കപ്പ തിന്നുന്നത് പോലെയോ പന്ത് കറക്കുന്നത് പോലെയോ അല്ല ഇത്. കനകോലുവിന് വേണ്ടി ഒരു PR ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നില്ലേ? മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദമാണ്. മനോഹരമായ ടീസറാണ്, നന്നായി പ്രചരിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കപ്പ കഴിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. ഇതിനെ കൂടി ഉദ്ദേശിച്ചാണ് P രാജീവിന്റെ വാക്കുകൾ. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അക്ഷയ് കുമാർ പ്രധാനമന്ത്രി മോദിയെ അഭിമുഖം ചെയ്ത കാര്യം ചൂണ്ടിക്കാട്ടിയും സോഷ്യൽ മീഡിയയിൽ ആളുകളുണ്ട്. അന്നത്തെ ചില വീഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ ട്രോളാക്കി വീണ്ടും ഉയർത്തി വന്നിരിക്കുന്നത്. മോദിയുടെ അതേ PR സംഘമാണ് പിണറായിയുടേതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം ഈ സീനൊക്കെ ഉമ്മൻചാണ്ടി പണ്ടേ വിട്ടതാണെന്ന് പറഞ്ഞ് മോഹൻലാൽ ഉമ്മൻചാണ്ടി അഭിമുഖവും കോൺഗ്രസുകാർ ചൂണ്ടിക്കാട്ടുന്നു. ആ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തെ കോൺഗ്രസുകാർ നേരിടുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള അഭിമുഖത്തിന് വേദിയായത്. 2011 അന്ന് അഭിമുഖം ഷൂട്ട് ചെയ്തത്.
സാഗർ ഏലിയാസ് ജാക്കി സിനിമയുടെ ലുക്കിൽ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് മോഹൻലാൽ എത്തിയത്. സിനിമയും രാഷ്ട്രീയവും എല്ലാം പങ്കുവയ്ക്കുന്ന അഭിമുഖത്തിൽ മോഹൻലാലിന്റെ പിതാവിനെ കുറിച്ചും പറയുന്നുണ്ട്. സർക്കാരിന് വേണ്ടി PRD തയ്യാറാക്കിയതാണ് ഇപ്പോൾ ഈ ഒരു അഭിമുഖം. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടിയുടെ ടീസർ ഇന്നലെ പുറത്തിറങ്ങി. സംവിധായകൻ TK രാജീവ് കുമാർ അടക്കമുള്ളവരാണ് അണിയറയിൽ പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് മോഹൻലാൽ അഭിമുഖത്തിനെത്തിയത്. പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മോഹൻലാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ചിത്രീകരണം. അതേസമയം സർക്കാർ അമിതമായ PR വർക്ക് നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി മോഹൻലാൽ അഭിമുഖം എത്തുന്നത്. ഏതായാലും ഇനി ടീസർ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അഭിമുഖം പുറത്തു വന്നു കഴിഞ്ഞ് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവുക ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ അതിലുണ്ടോ, അതോ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ശീലങ്ങളും മുഖ്യമന്ത്രിയുടെ ഇത്രയും കാലത്തെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ.